ചില ആൾക്കാർ ഏത്തമിടുന്നു. ഒരു കാരണവശാലും ശിവക്ഷേത്രത്തിലല്ല ഏത്തമിടേണ്ടത്, തൊട്ടടുത്ത് ഗണപതി ഭഗവാനുണ്ട്, അവിടെയാണ് ഏത്തമിടേണ്ടത്. നിർബന്ധമായിട്ടും ഏത്തമിടുന്നത് നല്ലതാ. ഏത്തമിടുമ്പോ എങ്ങനെ ഏത്തമിടേണ്ടെന്ന് അറിയോ? ശ്രദ്ധിക്കേണ്ടത്, ഇടത് കാല് വെച്ചെടുത്ത് നനക്കരുത്, വലത് കാല് ഇടത് കാലിന്റെ മുന്നിലൂടെ കവച്ചു വെക്കുക. ഈ ഇടത് കൈ കൊണ്ട് നമ്മുടെ വലത് ചെവി പിടിക്കാം, മെല്ലെ പിടിക്കാവൂ, സ്വന്തം ചെവി അതുകൊണ്ട് മെല്ലെ പിടിച്ചാൽ മതി. അതിനുശേഷം വലത് കൈ കൊണ്ട് മുന്നിലൂടെ കവച്ച് ഈ ചെവി കൂടി പിടിക്കാം. എന്നിട്ട് എന്ത് വേണം? ചില ആൾക്കാർ ക്ലോക്കിലെ പെൻഡിലം ഇങ്ങനെ ആടുന്നത് പോലെ ഇങ്ങനെ തലയിട്ട് ഇങ്ങനെ ആട്ടാ ചെയ്യുന്നത്. അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാല് അവിടെ ഇരുന്ന് എഴുന്നേൽക്കണം എന്നാ പറയുന്നത് ഏത്തമിടൽ എന്ന് പറയുന്നത്. പണ്ടുള്ള ടീച്ചേഴ്സൊക്കെ ക്ലാസ് മുറിയിൽ എനിക്കൊക്കെ അങ്ങനെ ഒരുപാട് കിട്ടിയിട്ടുണ്ട് ഏത്തമിടൽ. കൃത്യമായിട്ട് ഏത്തമിടിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നിങ്ങൾ ആരും ഇവിടെ വന്നിട്ട് ആദ്യം തന്നെ അത്തരത്തിൽ ഏത്തമിടരുത്. കാരണം ക്ഷേത്രത്തിൽ വന്നു ചെയ്യുന്ന കർമ്മങ്ങൾ വളരെ ശുദ്ധി ഉണ്ടാവണം. ഈ ക്ഷേത്രത്തിൽ ഏത്തപ്പെടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നല്ല വീട്ടിൽ നിന്നാലും ശ്രദ്ധിക്കുമ്പോൾ നമ്മൾക്ക് പല തരത്തിലുള്ള എന്ന് വെച്ചാൽ 4 തരത്തിലുള്ള യോഗകളാണ് ഈ ഏത്തമിടൽ ചടങ്ങ്. 84,000 നാഡീവ്യൂഹങ്ങൾക്ക് ഗുണം ചെയ്യുന്നതാണ് ഏത്തമിടല്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇരുന്ന് എഴുന്നേൽക്കുന്ന അവസരത്തിൽ ഒന്ന് നമ്മുടെ നട്ടലിന് ഗുണം ചെയ്യും, ഒന്ന് ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും, മൂന്നാമത്തത് വായു സംബന്ധമായിട്ട് അസുഖമുള്ള ആൾക്കാർ. അപ്പൊ കൃത്യമായിട്ടും അത് പിടിച്ച് കൃത്യമായിട്ട് അവിടെ ഇരുന്ന് എഴുന്നേൽക്കണം. ആവില്ല എന്നുണ്ടെങ്കിൽ സാവധാനത്തിൽ ഇരുന്ന് നമ്മൾ പഠിക്കാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഗണപതിക്ക് എത്ര വേണമെങ്കിലും ഏത്തടാം. 21 ആയാലും വേണ്ടില്ല, 1 ആവുന്നുള്ളൂ. അത് കൃത്യമായി ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അതാണ് ഏത്തമിടല്.